രാജ്യത്ത് പൊതുതെരഞ്ഞെടുപ്പ് പൂർത്തിയായിരിക്കുന്നു. ഇന്നലെ എക്സിറ്റ് പോൾ ഫലങ്ങൾ വന്നു. ഏതാണ്ട് എല്ലാ എക്സിറ്റ് പോൾ ഫലങ്ങളും NDA മുന്നണിക്ക് 350-ലധികം സീറ്റ് പ്രവചിക്കുന്നതാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ. ഇന്ത്യ മുന്നണി തെരഞ്ഞെടുപ്പ് പ്രചരണ കാലത്ത് അവർ പ്രതീക്ഷിച്ച ഒരു പ്രകടനം കാഴ്ചവെക്കില്ല എന്നാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ പറയുന്നത്. ചില എക്സിറ്റ് പോളുകളെങ്കിലും 400-ലധികം സീറ്റ് 400 പാർ എന്ന നരേന്ദ്രമോദിയുടെ പ്രഖ്യാപനം നിലവിൽ വരും എന്നുള്ള പ്രവചനം ഒന്നോ രണ്ടോ എക്സിറ്റ് പോളുകളെങ്കിലും നടത്തുന്നുണ്ട്. കേരളത്തിലേക്ക് വന്നാൽ കേരളത്തിൽ UDFന് അനുകൂലമാണ് എന്ന് എക്സിറ്റ് പോളുകൾ പറയുന്നു. LDFൻ്റെ പ്രകടനം 1 മുതൽ 3 സീറ്റുകളിലേക്കോ 4 സീറ്റുകളിലേക്കോ ആയിട്ട് ചുരുങ്ങും എന്നാണ് ഏതാണ്ട് എല്ലാ എക്സിറ്റ് പോളുകളും പ്രവചിക്കുന്നത്. അതേസമയം കേരളത്തിൽ BJPക്ക് 1 മുതൽ 3 വരെ സീറ്റ് കിട്ടാനുള്ള സാധ്യത പ്രവചിക്കുന്ന എക്സിറ്റ് പോളുകളുമുണ്ട്. എന്താണ് ഈ എക്സിറ്റ് പോളുകളും യഥാർത്ഥത്തിൽ തെരഞ്ഞെടുപ്പ് രംഗത്ത് നടന്നതും, ഇത് എക്സിറ്റ് പോളുകളും യഥാർത്ഥത്തിൽ തെരഞ്ഞെടുപ്പ് രംഗത്ത് നടന്നതുമായിട്ട് സാമ്യമുണ്ടോ? ഈ പ്രവചനങ്ങളൊക്കെ ശരിയാകുമോ? ഇത് പരിശോധിക്കുകയാണ് റിസാല അപ്ഡേറ്റും ദ എയ്ഡവും ചേരുന്ന പ്രത്യേക തെരഞ്ഞെടുപ്പ് വിശകലന പരിപാടിയിൽ. നമുക്കൊപ്പം ഉള്ളത് രാജ്യത്തെ ഏറ്റവും സീനിയർ ആയിട്ടുള്ള മാധ്യമപ്രവർത്തകരാണ് വെങ്കടേഷ് രാമകൃഷ്ണൻ, സണ്ണി സെബാസ്റ്റ്യൻ, CB സത്യനൊപ്പം MP പ്രശാന്ത്. ഇവരിലേക്കാണ് ആദ്യം വെങ്കടേഷ് രാമകൃഷ്ണനിലേക്കാണ് പോകുന്നത്. ഈ എക്സിറ്റ് പോൾ പ്രവചനങ്ങൾ ശരിയായ ചരിത്രവുമുണ്ട്, തെറ്റായ ചരിത്രവുമുണ്ട്. ഇപ്പോൾ 2024 എക്സിറ്റ് പോൾ ഫലങ്ങൾ, അത് യഥാർത്ഥത്തിൽ രാജ്യത്ത് നടന്ന തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ ഉയർന്നു വന്ന വിഷയങ്ങൾ, അതിൻ്റെ പ്രതിഫലനം ഈ യാഥാർത്ഥ്യവുമായിട്ട് ചേർന്നു പോകുന്നതാണ് എന്ന് തോന്നുന്നുണ്ടോ? അല്ലേ, ഈ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേകത ഞാൻ കണ്ടത്, ഞാൻ ഒരു 4 സംസ്ഥാനങ്ങളിൽ സഞ്ചരിക്കുന്ന ആളാണ്. അപ്പോൾ ഓരോ സംസ്ഥാനത്തും വ്യത്യസ്തമായിട്ടുള്ള വിഷയങ്ങൾ പ്രാബല്യം നേടിയ ഒരു തെരഞ്ഞെടുപ്പാണ്. ഉദാഹരണത്തിന് കേരളത്തിലെ തെരഞ്ഞെടുപ്പിൻ്റെ പ്രധാനമായിട്ട് വിഷയങ്ങളല്ല ഉത്തർപ്രദേശിലോ ബീഹാറിലോ പ്രധാനമായിട്ടില്ലായിരുന്നു. സമാനമായ രീതിയിൽ മഹാരാഷ്ട്രയിലും ഈ പറഞ്ഞ രീതിയിൽ ഒരു ഏകതാനമായിട്ടുള്ള തെരഞ്ഞെടുപ്പിന് കഴിഞ്ഞ 2014-2019 തെരഞ്ഞെടുപ്പുകൾക്കുണ്ടായിരുന്ന ഒരു പ്രത്യേകത, അത് ഇന്ത്യയുടെ ഭൂരിഭാഗം സ്ഥലങ്ങളിലെങ്കിലും ഈ മോദി ഫാക്ടർ എന്ന് പറഞ്ഞ ഫാക്ടർ, അതായത് 2014 രണ്ടാം UPA സർക്കാരിൻ്റെ ഉയർന്നിട്ടുള്ള പലതരത്തിലുള്ള ആരോപണങ്ങൾക്ക് പ്രതിപതിയായി എല്ലാം ശരിയാക്കുന്ന ഒരു വികസന നായകൻ വരുന്നു എന്ന മട്ടിൽ മോദിയെ അവതരിപ്പിക്കപ്പെടുകയും അതിൻ്റെ ഒപ്പം ഹിന്ദുത്വ വർഗീയത, പ്രത്യേകിച്ചും പശ്ചിമ ഉത്തർപ്രദേശിൽ ആരംഭിച്ചിട്ടുള്ള വർഗീയ കലാപങ്ങൾ അത് ബീഹാറിൽ വരെ പടർന്ന് അങ്ങനെ ഒരു രീതിയിലായിരുന്നു 2014 തെരഞ്ഞെടുപ്പിൻ്റെ ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. 2019 പുൽവാമയ്ക്ക് ബാലക്കോട്ടിന് ശേഷം ഉണ്ടായിട്ടുള്ള വലിയ തരത്തിലുള്ള ഒരു ദേശീയ വികാരം അല്ലെങ്കിൽ ദേശീയതാ വികാരം അതായിരുന്നു നിയന്ത്രിച്ചത്. ഇപ്പൊ അങ്ങനെ ഒരു എല്ലാ സ്ഥലത്തും എല്ലാ സംസ്ഥാനങ്ങളിലും ഒരുപോലെ സ്വാധീനം ചെലുത്തിയിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് മുദ്രാവാക്യം ഉണ്ടായിരുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഇപ്പോൾ തന്നിട്ടുള്ള എക്സിറ്റ് ഫലങ്ങൾ ഇങ്ങനെ വളരെ ഏകപക്ഷീയമായ NDA വിജയം കാണിക്കുന്ന എക്സിറ്റ് ഫലങ്ങൾ ശരിയാവാൻ സാധ്യതയില്ല എന്നാണ് എൻ്റെ ഒരു അനുമാനം.